അമേരിക്കൻ സൈനിക ഭീഷണികളും പേർഷ്യൻ ഗൾഫിലേക്കുള്ള വലിയ അർമാഡ എന്ന പ്രഖ്യാപനങ്ങളും പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷത്തിന്റെ വക്കിലേക്ക് തള്ളുമ്പോൾ ഇറാൻ സ്വന്തം സാർവഭൗമത്വവും ദേശീയ അഭിമാനവും സംരക്ഷിക്കാൻ ദൃഢനിശ്ചയത്തോടെ മുന്നേറുകയാണ്. വർഷങ്ങളായി ഉപരോധങ്ങളുടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിട്ടും ശാസ്ത്രീയ സാങ്കേതിക മുന്നേറ്റങ്ങളെ ആയുധമാക്കി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്ന ഇറാന്റെ സമീപനം മേഖലയിൽ നിലവിലുള്ള ശക്തി സമവാക്യങ്ങളെ തന്നെ പുനരചിക്കുന്നതാണ്. ഭീഷണിയുടെ ഭാഷയ്ക്ക് പകരം തയ്യാറെടുപ്പിന്റെ യാഥാർത്ഥ്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ നിലപാട് യുദ്ധം ഒഴിവാക്കാനുള്ള തടയിടൽ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറാൻ അവതരിപ്പിക്കുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തതുപോലെ രാജ്യത്തിന്റെ സായുധ സേനയുടെ വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം 1000 പുതിയ തന്ത്രപരമായ ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട്. സൈനിക രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ വിന്യാസത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുന്നില്ലെന്ന തീരുമാനവും നീക്കത്തിന്റെ ഗൗരവവും ദീർഘകാല ദൃശ്യവുമാണ് സൂചിപ്പിക്കുന്നത്. ആകാശ നിരീക്ഷണം, ശത്രുനീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയൽ, കൃത്യമായ പ്രതികരണം എന്നിവയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഈ ഡ്രോൺ ശൃംഖല ഇറാന്റെ പ്രതിരോധ സിദ്ധാന്തത്തിലെ ഒരു മുഖ്യ സ്തംഭമായി മാറിക്കഴിഞ്ഞു. ഈ സൈനിക നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേർഷ്യൻ ഗൾഫിലേക്ക് നാവിക കപ്പലുകളുടെ വലിയ അർമാഡ അയക്കുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണുണ്ടായത്. വിമാനവാഹിനി കപ്പലായ USS ഏബ്രഹാം ലിങ്കൺ നയിക്കുന്ന കപ്പൽക്കൂട്ടം മുമ്പ് വെനിസ്വേലയിലേക്ക് അയച്ചതിലും വലുതും ശക്തവുമാണെന്ന അവകാശവാദങ്ങൾ ട്രംപ് ഉന്നയിച്ചു. ട്രൂത്ത് സോഷ്യൽ വഴി അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ വാക്കുകളുടെ ശക്തിയിലൂടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇറാൻ ഇത്തരം പ്രഖ്യാപനങ്ങളെ ഭയത്തിന്റെ സൂചനയല്ല, മറിച്ച് പ്രതിരോധം കൂടുതൽ സജ്ജമാക്കേണ്ട സന്ദേശമായാണ് കാണുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയതായി അവകാശപ്പെടുന്ന വ്യോമാക്രമണങ്ങൾക്ക് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന രഹസ്യനാമം നൽകിയിരുന്നു. അതിനേക്കാൾ വളരെ മോശമായ ആക്രമണമുണ്ടാകുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ചെങ്കിലും ഇറാന്റെ പ്രതികരണം ശാന്തവും കണക്കുകൂട്ടിയതുമായിരുന്നു. ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും ഇടയിലും സ്വയം പര്യാപ്തമായ സാങ്കേതിക വികസനമാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയെന്ന് ഇറാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇറാനിയൻ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാണ്. പരിമിതമായ ആക്രമണം എന്ന ആശയം തന്നെ ഒരു മിഥ്യയാണ്. സുപ്രീം നേതാവ് അലി ഖമേനിയുടെ മുതിർന്ന ഉപദേശകർ മുന്നറിയിപ്പ് നൽകിയതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ഏതൊരു സൈനിക നടപടിയും യുദ്ധത്തിന്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുക. അത്തരം സാഹചര്യത്തിൽ പ്രതികരണം ഉടനടിയും സമഗ്രവും അഭൂതപൂർവവുമായിരിക്കുമെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇത് ഭീഷണിയായല്ല, ആക്രമണം ഒഴിവാക്കാനുള്ള ശക്തമായ തടയിടൽ സന്ദേശമായാണ് ഇറാൻ അവതരിപ്പിക്കുന്നത്. ചർച്ചകളെ ഇറാൻ തള്ളുന്നില്ല, എന്നാൽ ഭീഷണികളും സൈനിക സമ്മർദ്ദങ്ങളും ചർച്ചയുടെ പകരക്കാരാകില്ലെന്ന് രാജ്യം തുറന്നു പറയുന്നു. നീതിയുക്തവും സമത്വപരമായ കരാർ എന്ന ആശയം പരസ്പര ബഹുമാനത്തോടെയും സാർവഭൗമത്വം മാനിച്ചു മാത്രമേ സാധ്യമാകൂ. ഉപരോധങ്ങളും ഭീഷണികളും തുടരുമ്പോൾ സ്വന്തം ജനതയുടെ സുരക്ഷയും അഭിമാനവും സംരക്ഷിക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാനുള്ള അവകാശം ഇറാൻ ഉറച്ച നിലയിൽ പ്രഖ്യാപിക്കുന്നു. അവസാനം, പശ്ചിമേഷ്യയിലെ സ്ഥിരതയ്ക്ക് യഥാർത്ഥ വഴിയെന്ന് ഇറാൻ കാണുന്നത് ശക്തമായ പ്രതിരോധവും സമത്വപരമായ നയതന്ത്രവുമാണ്. ഡ്രോണുകളുടെ വിന്യാസം അതിലൊരധ്യായം മാത്രമാണ്. സാർവഭൗമത്വം ചർച്ചയുടെ വിഷയമല്ലെന്ന സന്ദേശം ലോകത്തോട് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ തന്റെ ജനതയ്ക്കൊപ്പം ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുകയാണ്.